ഇന്ത്യക്ക് വമ്പൻ ലോട്ടറി അടിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ കാര്യം ലോട്ടറി അല്ല, ഇന്ത്യ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം പ്യുവർ ലോട്ടറിയാണ്, ലക്കാണ്. നമുക്ക് ആദ്യത്തെ ആ സന്തോഷ വാർത്ത കേട്ടിട്ട് നേരെ ലോട്ടറിയിലേക്ക് പോകാം. ആദ്യം ഒഫീഷ്യലായിട്ടുള്ള കണക്ക് പറയാം, അതിനുശേഷം അൺഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കുന്നു. ജപ്പാനെ പിന്തള്ളിയാണ് ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് വന്നത്. $4.187 ട്രില്യൺ ഇന്ത്യയുടെ എക്കണോമി. പക്ഷേ ഇപ്പോൾ അത് ജർമ്മനിയെയും പിന്തള്ളി ഓൾമോസ്റ്റ് $5 ട്രില്യൺ അടുത്തേക്ക് എത്തിയെന്നാണ് അൺഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. ഇന്ത്യക്ക് മുന്നിൽ $30 ട്രില്യൺ എക്കണോമിയുമായിട്ട് US 1ാം സ്ഥാനത്തുണ്ട്. $19 ട്രില്യൺ എക്കണോമി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചൈന 2ാമത്തെ സ്ഥാനത്തുണ്ട്. ഇന്ത്യ $5 ട്രില്യൺ എക്കണോമി ആയിരിക്കുന്നു. ഇതിൽ യാതൊരു ലോട്ടറിയും ഇല്ല. കഷ്ടപ്പെട്ട് കഠിനാധ്വാനത്തിലൂടെയാണ് ഇന്ത്യ നേടിയെടുത്തത്. ഇനിയാണ് ലോട്ടറിയെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഇതുമൂലം ഇന്ത്യൻ എക്കണോമിക്ക് ഒരു $20 ട്രില്യൺ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏകദേശം ചൈനയുടേതിന് തുല്യമാകും നമ്മുടെ എക്കണോമി. എങ്ങനെയാണെന്നല്ലേ? ഇന്ത്യയിലെ 85% ദൈനംദിന ആവശ്യങ്ങൾക്കും ട്രേഡിനുമായുള്ള ക്രൂഡ് ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ എക്കണോമിയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇന്ത്യക്കും സ്വന്തമായിട്ടുള്ള എണ്ണക്കിണറുകളൊക്കെ ഉണ്ട്, പക്ഷേ വളരെ കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ളതാണ്. ഈ സമയത്താണ് ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹങ്ങളിൽ 2 ലക്ഷം കോടി ലിറ്ററിന്റെ ഓയിൽ റിസർവ് കണ്ടെത്തിയത്. സ്വന്തമായി ക്രൂഡ് പ്രോസസ് ചെയ്യാനുള്ള എല്ലാ ടെക്നോളജികളും ഇന്ത്യക്കുണ്ട്. ഇത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഏകദേശം അത്രയും അളവിലുള്ള ഓയിൽ റിസർവാണ്. ഇന്ത്യ ഒരു നിമിഷം കൊണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ പോലെയാകും. ഇന്ത്യക്കിനി പുറത്തുനിന്ന് ഓയിൽ എടുക്കേണ്ട ആവശ്യം വരില്ല. ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം എക്സ്പോർട്ട് ചെയ്യാനുള്ള അളവിൽ ഓയിലുണ്ടാകും. ഇതൊരു വമ്പൻ ജാക്ക്പോട്ടാണ്. ഇത് ഇന്ത്യയെ ഒറ്റയടിക്ക് $20 ട്രില്യൺ എക്കണോമിയിലേക്ക് എത്തിക്കും.